നേടുന്നതിലേക്കായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതായിട്ടുള്ള ഒരു വിവരം പുറത്തുവരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിനും പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ മുമ്പാകെ ഹാജരായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആവശ്യമായ ഞങ്ങളുടെ കയ്യിൽ ലഭ്യമായ തെളിവുകൾ സമർപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മൊഴിയും കൊടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് അന്വേഷണം നടത്തി തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റ്, ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണം നടത്തി അവർക്ക് കൃത്യമായ വിവരങ്ങൾ പുറത്ത് കിട്ടി. എന്നാൽ ആ വിവരങ്ങൾ പോലീസ് ഇത്രയും ദിവസം പുറത്തു വരാതെ പോലീസ് തമസ്കരിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്തെടുത്ത പേരുവിവരങ്ങൾ ഉപയോഗിച്ച് ഫോട്ടോ ചേഞ്ച് ചെയ്താണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയത്. അതിൽ കാണക്കാരി പഞ്ചായത്തിലുള്ള 27 പേരുടെ പേരിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് 7 പേരുടെ പേരിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടായിട്ടുണ്ട്. ആകെ 67,158 പേരുടെ പേരിൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ വോട്ടർ പട്ടികയിൽ നിന്നും ഈ 67,158 പേരുടെയും പേരുകൾ നീക്കം ചെയ്തു. വാർത്തകൾ പുറത്തുവരികയും അതിനെ തുടർന്ന് ബിജെപി കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ മൊഴി കൊടുത്തു. ആ രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളിൽ നിന്നും ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ലാപ്ടോപ്പ് ചണ്ഡീഗഡിൽ അവിടുത്തെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിന് വാറണ്ട് അയച്ചിട്ടുണ്ട്. ഏറ്റവും ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമാണ് പാലക്കാട് UDF സ്ഥാനാർത്ഥി ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാം, ഈ കേസ് ഇത്രയും തെളിവുകൾ പുറത്തു കിട്ടിയിട്ടും കേരള പോലീസ് നാളിതുവരെ ആ വസ്തുതകൾ പൊതുസമൂഹത്തെ അറിയിക്കാൻ തയ്യാറായില്ല. ചില മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് ആ വാർത്തകൾ പുറത്തുവന്നത്. ബിജെപി ആവശ്യപ്പെടുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജ്യദ്രോഹ കേസ് അടിയന്തരമായി രജിസ്റ്റർ ചെയ്യണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും പേരുകൾ ഡൌൺലോഡ് ചെയ്ത് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയത് രാജ്യദ്രോഹ കുറ്റമാണ്. ഞങ്ങൾക്ക് പാലക്കാടത്തെ ജനങ്ങളോട് ചോദിക്കാനുള്ളത്, ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാവാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ ഒരു വ്യക്തി ഈ മണ്ഡലത്തിന്റെ MLA ആയി എങ്ങനെ ഏതെങ്കിലും തരത്തിൽ കടന്നുകൂടിയാൽ ഏതൊക്കെ തരത്തിലുള്ള ക്രമക്കേടുകളാണ് കേരള നിയമസഭയിലും പാലക്കാട് മണ്ഡലത്തിലും കാണിക്കാൻ പോകുന്നത്? അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ പാർട്ടിയുടെ ഒരു ചുമതല നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതിലൂടെ അല്ലാതെ വളഞ്ഞ വഴി സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ഞങ്ങൾ പറയുന്നുണ്ട്, ഇദ്ദേഹത്തോടൊപ്പം വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുക, രേഖകൾ നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന വ്യക്തികളാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഇവിടെ ഉള്ളത്. ഇപ്പൊ KPM ഹോട്ടലിൽ അവിടെ ഇദ്ദേഹത്തിന്റെ പെട്ടി കൊണ്ടുവന്നത് വ്യാജ തിരിച്ചറിയൽ നിർമ്മാണ കേസിലെ പ്രതിയാണ്, ഫെനി നൈനാനാണ്. അതുപോലുള്ള ഈ ഒരു തട്ടിപ്പ് സംഘമുണ്ട്. ഈ വ്യാജന്മാരുടെ സംഘമാണ് UDFന്റെ പാലക്കാട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. അടിയന്തരമായി കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ പാലക്കാട്ടത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിക്കുന്ന, വ്യാജരേഖകൾ ചമയ്ക്കുന്ന ഒരു വ്യക്തിയെ എത്രയും പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും തൂത്തറിയുവാനുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിൽ ഇത്രയും ഗുരുതരമായ രേഖകൾ, അതായത് ഫോറൻസിക് ലാബിൽ പരിശോധിച്ച രേഖയാണ് കിട്ടിയിട്ടും അതിലെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്തത്, രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിയാക്കാത്തത് എന്നുള്ള കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മറുപടി നൽകണമെന്നാണ് BJP പറയാനുള്ളത്. അതായത് രാഹുലിനാണല്ലോ ഇതിന്റെയൊക്കെ തന്നെ ബെനിഫിഷ്യറി, ഇതിന്റെയൊക്കെ തന്നെ ലാപ്ടോപ്പ് ഉണ്ട്, വിരലടയാളമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെയൊക്കെ തന്നെ ബെനിഫിഷ്യറി ആരാ? രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ കോൺസ്പിറസി ഉണ്ട്. ഇത് ഒരു ഫെനി നൈനാനോ ഒരു അഭിജിത് സിംഗോ ഒറ്റയ്ക്ക് പോയി തയ്യാറാക്കിയല്ല. ഷാഫി പറമ്പിലുണ്ട്, അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ആ കറക്ക് കമ്പനിയുടെ എല്ലാ നേതാക്കന്മാരും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതിന്റെ ബെനിഫിഷ്യറി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാലക്കാട് സീറ്റ് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്.
സംസ്ഥാന BJP അധ്യക്ഷൻ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നല്ലോ. ഇതെങ്ങനെയായി കേസ് ഒത്തുതീർപ്പാക്കിയത്? നവകേരള സദസ്സ് നടന്നപ്പോൾ തലശ്ശേരി ഗസ്റ്റ് ഹൌസിൽ വെച്ച മന്ത്രി മുഹമ്മദ് റിയാസും ഷാഫി പറമ്പിലും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഷാഫി പറമ്പിൽ നവകേരള സദസ്സ് കണ്ണൂർ ജില്ലയിലെത്തിയപ്പോൾ തലശ്ശേരി ഗസ്റ്റ് ഹൌസിൽ പോയി മുഹമ്മദ് റിയാസിനെ കണ്ടാണ് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചത്, അവിടെ അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ ആ വിവരങ്ങൾ പുറത്തുവിടാത്തത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് ഇത്രയും ദിവസമായല്ലോ. എന്തേ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചുകൂടാ? അപ്പോൾ ഗവൺമെന്റിന്റെ ഉന്നതരായ മന്ത്രിമാർ ഇടപെട്ടാണ് വ്യാജ തിരിച്ചറിയൽ രേഖ നിർമ്മാണ കേസ് അട്ടിമറിക്കാൻ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത്, രാഹുലിനോടൊപ്പം നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമായിരിക്കണം ഇതിലെ 1ഉം 2ഉം പ്രതികളാവാൻ യോഗ്യം.